കോൺഗ്രസിനെ സംബന്ധിച്ച് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പരാതി, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF എന്ന മുന്നണിയെക്കുറിച്ചുണ്ടാകുന്ന പരാതി, ചില സെൻസിറ്റീവായിട്ടുള്ള വിഷയങ്ങളിൽ വളരെ പെട്ടെന്നൊരു രാഷ്ട്രീയ നിലപാടെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇസ്രയേൽ ഗാസ വിഷയത്തിൽ, പശ്ചിമേഷ്യൻ സംഘർഷ വിഷയത്തിൽ അഭിപ്രായങ്ങൾ ചിതറിപ്പോകുന്നത് നമ്മൾ കണ്ടു. ഒരു ഭാഗത്ത് കോൺഗ്രസ് ഒരു നിലപാടെടുക്കുന്നു, ശശി തരൂർ ലീഗിന്റെ വേദിയിൽ വന്ന് മറ്റൊരു നിലപാട് പറയുന്നു. അതിനുശേഷം ഈ പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ രാമക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുമോ, ക്ഷണം സ്വീകരിക്കണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലാത്ത ഉത്തരങ്ങൾ ഉണ്ടായ സാഹചര്യമുണ്ട്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു അത് സ്വീകരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു, മറ്റു ചിലർ അത് തീരുമാനിച്ചിട്ടില്ല എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. കോൺഗ്രസിൽ ഏകാഭിപ്രായം ഉണ്ടാകാതിരിക്കാനുള്ള കാരണം കോൺഗ്രസിനകത്ത് മതിയായ രീതിയിലുള്ള ചർച്ചകൾ നടക്കാത്തത് കൊണ്ടല്ലേ? അതല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ പ്രാണപ്രതിഷ്ഠയുടെ കാര്യത്തിൽ കുറേ കൂടെ വിപുലമായിട്ടുള്ള ചർച്ച നടത്തേണ്ട ഒരു വിഷയമാണത്. കാരണം പഴയ കാലഘട്ടമല്ല. നെഹ്റുവിൻ്റെയും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും ഒരു കാലഘട്ടത്തിലെ ഒരു മനസ്ഥിതിയല്ല ഇന്ന് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ളത്. ഇപ്പം തന്നെ ഉദാഹരണം പറഞ്ഞാൽ, ഈ ഒരു പ്രാണപ്രതിഷ്ഠയുടെ പേരിൽ സമൂഹത്തിലൊരു ചേരിതിരിവുണ്ടാക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ട്. കാരണം ചിലയിടത്ത് അമിതമായിട്ടുള്ള വികാരം പ്രകടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ അതിലേക്ക് ആകർഷിക്കാനാണ് അദ്ദേഹം നോക്കുന്നത്. അപ്പോൾ ആ കാര്യങ്ങളിൽ നമ്മൾ പ്രതികരിക്കുമ്പോൾ ശക്തമായി ആ പ്രതികരണം നമുക്ക് നടപ്പാക്കാൻ കഴിയണം. അത് നടപ്പാക്കാൻ കഴിയണമെങ്കിൽ കൂട്ടായിട്ടുള്ള ചർച്ച വേണം. അങ്ങനെ നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കണ്ട എന്ന് പാർട്ടി തീരുമാനിച്ചത്. ഒന്ന്, മതവും രാഷ്ട്രീയമായിട്ട് കൂട്ടിച്ചേർക്കാൻ പാടില്ല, അതാണ് കോൺഗ്രസിൻ്റെ നയം. അതുപോലെ തന്നെ സെക്യുലറാണ് കോൺഗ്രസിൻ്റെ നിലപാട്. ഇപ്പോൾ ഒരു ക്ഷേത്രം ഉദ്ഘാടനത്തിന് വിളിച്ചാൽ പങ്കെടുക്കുന്നതിൽ കുഴപ്പമില്ല. പക്ഷേ ബാബറി മസ്ജിദ് നിലനിന്ന ആ സ്ഥാനത്താണ് അത് കർസവിയിലൂടെ പൊളിച്ച് അവിടെ ഒരു ക്ഷേത്രം പണിത്. അപ്പോൾ ഒരു വിഭാഗത്തിന് മുറിവേറ്റിട്ടുണ്ട്. അപ്പം അങ്ങനെ സാഹചര്യത്തിൽ ഇപ്പോൾ ഞാൻ പറയാം, കേരളത്തിലെ ഒരു ശ്രീരാമക്ഷേത്രത്തിൻ്റെ ഒരു ഉത്സവത്തിന് നമുക്ക് പങ്കെടുക്കാൻ എന്താ തടസ്സം? പങ്കെടുക്കാമല്ലോ. എത്രയോ ഏറെ ക്ഷേത്രങ്ങളുണ്ട്. ഇപ്പോൾ പ്രധാനമന്ത്രി തൃപ്രയാർ ക്ഷേത്രം, അദ്ദേഹം അറിയുന്നതിന് മുമ്പ് ഞാൻ ആ ക്ഷേത്രത്തിൽ സ്ഥിരം ദർശനം നടത്തിയിരുന്ന ആളാണ്. ഇപ്പോൾ എൻ്റെ നിയോജകമണ്ഡലത്തിൽ തിരുവങ്ങാട് തലശ്ശേരിയിൽ ശ്രീരാമക്ഷേത്രം, അതിൻ്റെ പൗരാണികത ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അതിന് കേന്ദ്ര സഹായം പറഞ്ഞ് ഞാൻ സഭയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള വിഷയമാണ്. പക്ഷെ ഇവിടെ എങ്ങനെയല്ല. ഇവിടെ ഒരു മതത്തിൻ്റെ, അതായത് ആ പള്ളിയുടെ ഇത് 450 വർഷമാണ് അന്ന് ഈ പൊളിക്കുന്ന സമയത്ത്. അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിനു മുമ്പ് അവിടുത്തെ ഇതിനെക്കുറിച്ച് ഗവേഷണം നടത്തുമ്പോൾ 47 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ നെഹ്റു പറഞ്ഞൊരു വിഷയമുണ്ട്. ആ സമയത്ത് ആരുടെയെല്ലാം ആരാധനാലയങ്ങൾ ആരൊക്കെയാണോ നടത്തുന്നത് അവർ അത് സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യും. ബാബറി തർക്കത്തെ മാറ്റി നിർത്തിയിരുന്നു ആ നിയമത്തിൽ. അവിടെ ഇങ്ങനെ തർക്കം വന്നപ്പോൾ അത് ഒരു മ്യൂച്വൽ സെറ്റിൽമെൻറ്റിലൂടെ പരിഹരിക്കാനാണ് നെഹ്റുവും ശ്രമിച്ചത്, രാജീവ് ഗാന്ധി വരെയുള്ള ശ്രമിച്ചതാണ്. അപ്പോൾ അത് നിലനിർത്തിക്കൊണ്ട് അടുത്തൊരു അമ്പലം പണിയുകയാണെങ്കിൽ. പക്ഷെ അപ്പോഴൊരു കാര്യം ഞാൻ പറയാം, ഇതുപോലത്തെ ഒരു ചടങ്ങുകളിൽ ശങ്കരാചാര്യന്മാർ സൂചിപ്പിച്ചതുപോലെ രാഷ്ട്രീയക്കാർക്ക് ഇവിടെ റോളില്ല. അമ്പലത്തിൽ പോവാം, സാംസ്കാരിക സമ്മേളനങ്ങൾ ഉദ്ഘാടനം ഞങ്ങളൊക്കെ പോകാറുണ്ടല്ലോ. പക്ഷേ ഒരു മുഖ്യ പ്രതിഷ്ഠയുടെ യജമാന സ്ഥാനം ഒരിക്കലും ഒരു രാഷ്ട്രീയക്കാരൻ കൈകാര്യം ചെയ്യാൻ പാടില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ വേറെ എവിടെയെങ്കിലും നടന്നിട്ട് അങ്ങനെ ഒരു സംഭവം? ഏറ്റവും വലിയ ഗുരുവായൂരപ്പ ഭക്തനാണ് കെ കരുണാകരൻ. അത് ഏതെങ്കിലും ഒരു ക്ഷേത്ര പ്രതിഷ്ഠയുടെ യജമാനായിട്ട് ഇരുന്നിട്ടുണ്ടോ? അദ്ദേഹത്തിനോട് വിശ്വാസം ആർക്കും ഇല്ലല്ലോ. അപ്പോൾ അതൊരു തെറ്റായ കീഴ്വഴക്കാണ്. ഒരു മതേതര രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഒരു മതത്തിൻ്റെ ഒരു ആരാധനാലയത്തിൻ്റെ യജമാനായിരിക്കാൻ പാടില്ല. അത് ഹിന്ദു മതത്തിലും പറയുന്നുണ്ട്, മതഗ്രന്ഥങ്ങളിലും. വ്യക്തികൾ, അതായത് ഉപനിഷത്തുകളും ഒക്കെ മനസ്സിലാക്കിയ ഒരാളായിരിക്കണം പ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത്. യജമാനൻ നേതൃത്വം കൊടുക്കുന്നതാണ്. അപ്പോൾ വേദങ്ങൾ മനസ്സിലാക്കണം, ഉപനിഷത്തുകൾ മനസ്സിലാക്കണം, അതിൻ്റെ മന്ത്രങ്ങൾ പഠിക്കണം. അങ്ങനെ പഠിക്കുന്ന ആർക്കും പ്രതിഷ്ഠ നടത്താം. ഇവിടെ ബ്രാഹ്മണൻ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ബ്രാഹ്മണനായിട്ട് ജനിച്ചാലും ആ ബ്രാഹ്മണ്യം എന്താണ്? ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് വേദങ്ങളും ഉപനിഷത്തുക്കളൊക്കെ നന്നായി നിർദ്ദിഷ്ടമാക്കിയ ഒരാളാണ് ബ്രാഹ്മണ്യമുള്ളത്. അത് ബ്രാഹ്മണനായിട്ട് ജനിച്ചുകൊണ്ട് കിട്ടില്ല. ഞാൻ പറയും, ഹിന്ദു പുരാണങ്ങൾ പരിശോധിച്ചാൽ ഇതിലൊക്കെ വ്യക്തമായിട്ടുള്ള നിർവചനമുണ്ട്. അപ്പോൾ ആ നിർവചനങ്ങൾ അനുസരിക്കാത്തത് ആ രീതിയിൽ നമുക്ക് തുറന്നു കാണിക്കണം.
അപ്പോൾ അതിന് ഞാൻ പറഞ്ഞത് ഒരു കൂട്ടായ ചർച്ച ആവശ്യമുണ്ട്. അത് ഒന്ന് പറഞ്ഞാൽ അടുത്തതിന് ചാടി കയറി പറഞ്ഞാൽ അത് വിവാദമാവും. അതുകൊണ്ട് ഒരു കൂട്ടായ ചർച്ചയിലൂടെ പാർട്ടി തീരുമാനം എടുത്തു. ആ തീരുമാനത്തിൻ്റെ ലാഭവും നഷ്ടവും പാർട്ടി നോക്കിയിട്ടില്ല. ഈ പറഞ്ഞ ശ്രീ കെ മുരളീധരൻ ഇതുവരെ വിശദീകരിച്ച മുഴുവൻ കാര്യങ്ങളിലും കൃത്യമായ ഒരു രാഷ്ട്രീയ വ്യക്തതയുണ്ട്. പക്ഷേ എൻ്റെ ചോദ്യം അതായിരുന്നില്ല. ഞാൻ ചോദിക്കുന്നത് താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ബാബറി പള്ളി തകർന്നിടത്ത് ഉയരുന്ന ഒരു രാമക്ഷേത്രത്തിൽ സന്ദർശനം നടത്തേണ്ടതുണ്ടോ ഈ മതേതര ഇന്ത്യയിൽ എന്ന ചോദ്യമാണ്. അവിടെ ശശി തരൂർ എടുത്ത നിലപാട് എന്താണ്? ഞാൻ ഇപ്പോൾ പോകുന്നില്ല, പിന്നീട് രാമക്ഷേത്രം സന്ദർശിക്കുമെന്നാണ്. താങ്കൾ തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? താങ്കൾ രാമഭക്തനാണെന്നാണ്. ഞാൻ പറയുന്നത് ബാബറി പള്ളി തകർത്തിടത്ത് ഇന്ത്യയുടെ സെക്കുലാർ ഫാബ്രിക് തകർക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടാകേണ്ടതെങ്കിൽ കോൺഗ്രസിന് 2 വട്ടം ആലോചിക്കേണ്ട കാര്യമുണ്ടോ? എന്തിനാണ് മുസ്ലിം ലീഗിനെ പോലെയുള്ള ഒരു സംഘടനയെ സംശയത്തിന്റെ അല്ലെങ്കിൽ അവർക്ക് ആശയക്കുഴപ്പത്തിന്റെ നിഴലിൽ നിർത്തിയത്? അവരുടെ അവ്യക്തതയായിരുന്നു അവിടെ ഉണ്ടായില്ല. അത് ഇന്ത്യ മുന്നണിയിലെ ചില കക്ഷികൾക്കും അതിൽ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. ഉദാഹരണം പറഞ്ഞാൽ സമാജ്വാദി പാർട്ടി അവരവസാനം വരെ പങ്കെടുക്കുന്നതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കോൺഗ്രസ് അവരുമായിട്ട് ആശയവിനിമയം നടത്തി ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യ മുന്നണിയിലെ ഒരു കക്ഷിയും, അന്ന് നിതീഷ് കുമാർ പോലും, ഇപ്പോൾ BJPയോടൊപ്പം ചേർന്ന നിതീഷ് കുമാർ പോലും അതിൽ പങ്കെടുത്തില്ലല്ലോ. അത് കൂട്ടായ ചർച്ചയുടെ വിജയമാണ്. അപ്പോൾ അങ്ങനെ CPM എന്ന് പറഞ്ഞാൽ CPM ഭൗതികവാദികളാണ്. നേരെ മറിച്ച് കോൺഗ്രസ്സിൽ എല്ലാവരും ഉണ്ട്. കോൺഗ്രസ്സിലുണ്ട് ഭൗതികവാദികൾ. ഇപ്പോൾ നിങ്ങൾ സത്യം പറയുകയും ചെയ്യുമ്പോൾ നോക്കിക്കോളൂ, കോൺഗ്രസിൻ്റെ ഞങ്ങളുടെ കൂട്ടത്തിൽ VT ബൽറാം അദ്ദേഹം 2 തവണ നിയമസഭാ സാമാജികനായിട്ടും എടുത്ത ദൃഢപ്രതിജ്ഞയാണ്. കേരളത്തിൽ അതിന്റെ പേര് സഗൗരവം. അല്ല, ഞാൻ ചോദിക്കുന്നത് സംസ്ഥാന കോൺഗ്രസിനകത്തും 2 അഭിപ്രായം ഉണ്ടായിരുന്നു ഈ രാമക്ഷേത്രത്തിൽ? ഇല്ല, അതിൽ 2 അഭിപ്രായം ഉണ്ടായിട്ടില്ല. ഉറപ്പാണ്. അക്കാര്യത്തിൽ ആരും എതിരഭിപ്രായം പറഞ്ഞിട്ടില്ല. മാത്രമല്ല ശശി തരൂരും ശക്തമായിട്ട് BJPയുടെ നിലപാടിനെ അധികം വിമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം ഞാൻ ചോദിക്കുന്നത് താങ്കളും ശശി തരൂരും ഒക്കെ രാമഭക്തന്മാരാണ് എന്ന് പരസ്യമായി പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്തായിരുന്നു എന്നതാണ്. അല്ല, ഇത് ശ്രീരാമന്റെ ഹോൾസെയിൽ അങ്ങ് BJPക്കാരെടുത്തിട്ട് ഞങ്ങൾ ഭക്തന്മാർ നിങ്ങൾ ഭക്തിയില്ലാത്തവരെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ശ്രീരാമനും ഞങ്ങളുടെ ശ്രീരാമനുമായിട്ട് വ്യത്യാസമുണ്ട്. കാരണം മര്യാദാ പുരുഷോത്തമനാണ് ശ്രീരാമൻ. ആ മര്യാദാ പുരുഷോത്തമനിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. പക്ഷെ അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു താങ്കൾ നടത്തിയത്. പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇത് മാത്രമല്ല, ഒരിക്കലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു മതത്തിൻ്റെയും അവകാശമില്ല. അതെ, അവകാശമില്ല. അത് എല്ലാവർക്കും ഉണ്ട്. ഇപ്പോൾ ഹിന്ദുമത വിശ്വാസികൾ എല്ലാ പാർട്ടികളിലും ഉണ്ട്. അതാണ് NSS പോലും പറഞ്ഞിട്ടുള്ള എന്താ, ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല, കാരണം എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഇതിലുണ്ടെന്നല്ലേ. അതുപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ സ്ഥിതി. എല്ലാ പാർട്ടിക്കാരും എല്ലാ ചിന്താഗതിക്കാരും ഉണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ നയം എന്ന് പറഞ്ഞാൽ സെക്യുലറാണ്. ആ നയത്തിൽ ഉറച്ചു നിന്നുകൊണ്ടേ പാർട്ടിക്ക് തീരുമാനം എടുക്കാൻ കഴിയും. ശരി, ഈ പദവികൾ ലഭിക്കുന്നതും ലഭിക്കാതിരിക്കുന്നതിനുമൊക്കെ പല പല കാരണങ്ങൾ ഉണ്ടാകാം. അതൊന്നും പറയേണ്ട ഒരു സാഹചര്യമല്ല ഇത് എന്ന് താങ്കൾ ആവർത്തിക്കുന്നുണ്ടെങ്കിലും ഇപ്പോൾ താങ്കൾ മുമ്പ് പറഞ്ഞൊരു കാര്യം, ഇപ്പോൾ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിൽ ഒരു ക്ഷണിതാവ് പോലും തങ്ങളെ ആക്കിയില്ല. ഇപ്പോൾ ഇന്നലെ വന്ന കനയ്യകുമാറിന് പോലും അങ്ങനെ ഒരു അർഹത അല്ലെങ്കിൽ ഒരു പദവി ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ രമേശ് ചെന്നിത്തല പോലെ ഒരു മുതിർന്ന നേതാവ് ഇപ്പോഴും അദ്ദേഹം ഒരു ക്ഷണിതാവ് മാത്രമായി CWCയിൽ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ കുറച്ച് ആളുകൾ തടയപ്പെടുന്നുണ്ട് എന്നതൊരു വസ്തുതയല്ലേ കോൺഗ്രസ്? അല്ല, ഇതൊക്കെ സെലക്ട് ചെയ്യുന്ന സമയത്ത് പരിശോധിക്കേണ്ട വിഷയങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഒരു ഘട്ടത്തിൽ കോൺഗ്രസ്സിന് പുറത്തു പോകേണ്ടി വന്നെങ്കിലും ഒരിക്കലും ഒരു കോൺഗ്രസ് വിരുദ്ധ രാഷ്ട്രീയം സ്വീകരിച്ച ആളല്ല ഞാൻ. കോൺഗ്രസിൻ്റെ പ്രസക്തി അംഗീകരിച്ചുകൊണ്ട് തന്നെ കേരളത്തിലെ സാഹചര്യത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയപ്പോൾ മറ്റു മാർഗങ്ങൾ തേടുക. ആ സമയത്ത് പോലും ദേശീയ നേതൃത്വത്തെ താങ്കൾ കണക്കറ്റ് വിമർശിച്ചിരുന്നു. കോൺഗ്രസ് സംസ്കാരം തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ആളാണ് സോണിയാഗാന്ധി എന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ പേഴ്സണലായിട്ട് ആരും വിമർശിച്ചിട്ടൊന്നുമില്ല. എൻ്റെ കാര്യം ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടെന്ന്. ഞങ്ങൾ പുറത്താക്കിയപ്പോൾ പിന്നെ അറ്റാക്ക് ചെയ്യുമല്ലോ സ്വാഭാവികമായിട്ടും, അതിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞിട്ടുണ്ടാകും. പക്ഷേ അപ്പോഴും കോൺഗ്രസിൻ്റെ പ്രസക്തിയെയും കോൺഗ്രസിൻ്റെ പാരമ്പര്യത്തിനെയും ഞങ്ങൾ ഒരിക്കലും ചോദ്യം ചെയ്തിട്ടില്ല. ഞാൻ പറയാം, കോൺഗ്രസ്സിന് പുറത്തുപോയ ഘട്ടത്തിലൊക്കെ എല്ലാ വർഷവും ഇന്ദിരാഗാന്ധിയുടെ ജന്മദിനം ചരമദിനം ഒക്കെ ആചരിച്ചിരുന്നു. അതല്ല, ഞങ്ങളുടെ DIC എന്ന് പറഞ്ഞാൽ എന്താ, ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ് ആയിരുന്നു. അപ്പോഴും നെഹ്റു കുടുംബത്തിനെയോ ഇന്ദിരാഗാന്ധിയോ രാജീവ് ഗാന്ധിയെ പോലും ഞങ്ങൾ നെഞ്ചിലേറ്റി നടന്നവരാ. തള്ളി പറഞ്ഞില്ല, നെഞ്ചിലേറ്റി നടന്നവരാ. അതുകൊണ്ടാണല്ലോ പാർട്ടിക്ക് തന്നെ പേരിട്ട് ഇന്ദിരാഗാന്ധിയുടെ പേര്. ഇന്ദിരാഗാന്ധിയുടെ എല്ലാ നയങ്ങളോടും അന്ന് ഇന്ന് യോജിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ കോൺഗ്രസ് വിട്ടിലെ സംസ്കാരത്തിലേക്ക് ഞങ്ങൾ ഒരിക്കലും പോവില്ല. പൊതുവിൽ എല്ലാ കാര്യങ്ങൾക്കും വളരെ വ്യക്തതയോടുകൂടി അഭിപ്രായം പറയുന്ന ആളാണ് ശ്രീ കെ മുരളീധരൻ. എനിക്ക് തോന്നുന്നു ഒരു ഇന്റർവ്യൂവറെ സംബന്ധിച്ചും താങ്കളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ എളുപ്പമാണ്, കാരണം താങ്കൾ അതിലൊന്നും ഒഴിഞ്ഞു മാറാറില്ല.
ഞാൻ പക്ഷെ വ്യക്തതയില്ലാത്തൊരു പരാമർശം കഴിഞ്ഞ ദിവസം ഉണ്ടായതുപോലെ തോന്നി. ഇപ്പോൾ മുസ്ലിം ലീഗ് ഒരു 3-ാം സീറ്റ് ചോദിച്ചപ്പോൾ കെ മുരളീധരൻ പറഞ്ഞു അതിനവർക്ക് അർഹതയുണ്ട്, ചോദിക്കട്ടെ എന്നാണ്. പക്ഷെ അതേ താങ്കൾ തന്നെ പറഞ്ഞു സിറ്റിംഗ് എം പിമാരിൽ കെ സുധാകരൻ ഒഴികെ, അതായത് കണ്ണൂരിൽ ഒഴികെ ബാക്കി എല്ലാവരും സിറ്റിംഗ് എം പിമാർ തന്നെ മത്സരിക്കുമെന്നാണ്. അപ്പോൾ ഈ 3-ാം സീറ്റിന് പ്രസക്തി ഉണ്ടെന്ന് പറയുകയും അതേസമയം തന്നെ എല്ലായിടത്തും കോൺഗ്രസിന്റെ മത്സരം ഉറപ്പാക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിലൊരു അവ്യക്തത അല്ല. അത് ഇപ്പോൾ ലീഗ് ആവശ്യപ്പെട്ട് ഇന്ന സീറ്റ് വേണമെന്നല്ല പറഞ്ഞു. മലബാറിൽ ഞങ്ങൾക്കൊരു സീറ്റ്, കാരണം അവർക്ക് ഏറ്റവും കൂടുതൽ ശക്തികളെ മലബാറിലാണല്ലോ. അപ്പോൾ സുധാകരൻ മത്സരിക്കുന്നില്ല എന്ന് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് ഒന്നുകിൽ ആ സീറ്റ്, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട്, ഇങ്ങനെയൊരു ഓപ്ഷൻ ഇട്ടിട്ട് അവർ ചോദിച്ചു. അല്ലാതെ ഇന്ന സീറ്റ് നിർബന്ധമായിട്ട് വേണം എന്നവർ പറഞ്ഞിട്ടില്ല. സിറ്റിംഗ് എം പിമാരുടെ സീറ്റുകൾ അവരാവശ്യപ്പെട്ടിട്ടില്ല. അവരാവശ്യപ്പെട്ടത് 2 സീറ്റ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേക്കൻ്റാണ്, അതിൽ കണ്ണൂർ മലബാറാണ്. അപ്പോൾ ഞങ്ങൾക്ക് കണ്ണൂർ അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി ഇല്ലെങ്കിൽ വയനാട്, അത് ചോദിക്കാനുള്ള അർഹത അവർക്കുണ്ടല്ലോ. ഞാൻ പറയാം, മുസ്ലിം ലീഗ് 2 ഒരു ഇലക്ഷനിൽ 1984 ലോക്സഭാ ഇലക്ഷൻ, അന്ന് കെ കരുണാകരൻ നേതൃത്വം നൽകിയ കോൺഗ്രസ് മുസ്ലിം ലീഗിന് 3 സീറ്റ് കൊടുത്തിരുന്നു. അന്ന് മഞ്ചേരി പൊന്നാനിക്ക് പറഞ്ഞ് കാസർഗോഡ് സീറ്റും കൂടെ അവർക്ക് കൊടുത്തു, അനൗൺസ് ചെയ്തു സീറ്റ്, 3 സീറ്റും ലീഗിന്. അവർ ഒരു ഘട്ടത്തിൽ സ്ഥാനാർത്ഥിയെ വരെ പ്രഖ്യാപിച്ചിട്ട് അടുത്ത ദിവസം അവർ പറഞ്ഞു കോൺഗ്രസ് മത്സരിച്ചാലാണ് ജയസാധ്യത കൂടുതൽ. ആ സീറ്റ് അവർ തിരിച്ചു വന്നു. അതുപോലെ തന്നെയാണ് ലീഗ് തിരിച്ചു വന്നതിന് ശേഷം 91 അന്ന് വടകര അവർക്കാണ് കൊടുത്തത്. അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ ക്യാൻഡിഡേറ്റിനെ പുട്ടപ്പ് ചെയ്യുന്നില്ല, നമുക്കെല്ലാം സ്വീകാര്യനായിട്ടുള്ളൊരു സ്വതന്ത്രൻ. അങ്ങനെയാണ് ഒരു കോൺഗ്രസ് കുടുംബത്തിൽ ജനിച്ച രത്നസിംഗിനെ സ്വതന്ത്രനാക്കി നിർത്തിയത്. അപ്പോൾ അതൊക്കെ സ്ഥാനാർത്ഥിത്വം അതെ, അതൊരു വിവാദം വന്ന് BJP സ്ഥാനാർത്ഥിയെ നിർത്താത്തതുകൊണ്ടാണ് കോലീബി എന്ന് പറഞ്ഞത്. BJP നിർത്തിയില്ല സ്ഥാനാർത്ഥി, അതുകൊണ്ട് പറ്റിയതാണ്. അപ്പോ 3 അർഹത അവർക്കുണ്ട്. അപ്പോൾ പരിഗണിക്കപ്പെടേണ്ടതാണ് ഇത് ഇക്കുറിയും. അത് അല്ല, അതുകൊണ്ടാണല്ലോ പാർട്ടി പരിഗണിക്കുന്നുണ്ടല്ലോ. പാർട്ടി 14-ാം തീയതി എന്തിനാണ് ആ യോഗം മാറ്റിയത്? എന്തിനാ? ഞങ്ങൾ കഴിഞ്ഞ 5-ാം തീയതി പ്രഖ്യാപിക്കാൻ തീരുമാനിച്ചിരുന്നതാണ്. അപ്പോഴാണ് ഇങ്ങനൊരു ഡിമാൻഡ് അവർ പറഞ്ഞു. ചില മീഡിയയിൽ വാർത്ത വന്നു, ഇപ്പോൾ 24-ലും വന്നു, അതായത് 16 സീറ്റിൽ കോൺഗ്രസ്, ലീഗിന് 3-ാം സീറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരുടെ പ്രവർത്തകർ വല്ലാതൊരു പ്രയാസത്തിലായി. അതവർ 5-ാം തീയതി സൂചിപ്പിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഹൈക്കമാൻഡുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടിട്ട് നമുക്ക് 14-ാം തീയതി ഇരിക്കും. അപ്പോൾ ഏതായാലും ഒരു കാര്യം വ്യക്തമാണല്ലോ, നമ്മളൊക്കെ വിചാരിച്ച് ഫെബ്രുവരി 15-ാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നത്, അപ്പോൾ പറയുന്നു മാർച്ച് മാസത്തിലേ ഉള്ളൂ, തിരക്കില്ലല്ലോ. ഈ സിറ്റിംഗ് എം പിമാരുടെ സ്ഥാനാർത്ഥിത്വം ഏതാണ്ട് ഉറപ്പാക്കൂ എന്ന് താങ്കൾ പറയുമ്പോൾ അവരുടെ വിജയസാധ്യത കൂടി ഉറപ്പാക്കപ്പെടണമല്ലോ. ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ഇപ്പോൾ കോൺഗ്രസ് തന്നെ നടത്തിയിട്ടുള്ള സർവേ ഉണ്ട്, വിവിധ ഏജൻസികൾ നടത്തിയിട്ടുള്ള സർവേ ഉണ്ട്. അവിടെ ചിലയിടങ്ങളിൽ കോൺഗ്രസിന് ക്ഷീണം പറ്റാമെന്നും തോൽവി സംഭവിക്കാമെന്നും ഒക്കെയുള്ള ചില അഭിപ്രായ സർവേകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോഴും ശ്രീ കെ മുരളീധരൻ പറയുന്നത് സിറ്റിംഗ് സീറ്റുകളെല്ലാം കോൺഗ്രസ് ഇതേ സ്ഥാനാർത്ഥികൾ മത്സരിക്കട്ടെ എന്നാണ്. അത് തമ്മിലൊരു മിസ്മാച്ച് ഉണ്ടല്ലോ. എന്തായിരിക്കണം മാനദണ്ഡം? വാട്ട് ഷുഡ് ബി ദി ക്രൈറ്റീരിയ? അത് വിജയം തന്നെയാണ് മാനദണ്ഡം. പക്ഷേ ഇപ്പോഴത്തെ എല്ലാ എം പിമാരും കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ശ്രദ്ധിച്ച ആൾക്കാരാണ്. അതുകൊണ്ട് കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ശ്രദ്ധിക്കാത്തത് കൊണ്ട് പരാജയം എന്ന് ഒരിക്കലും ഒരു റിപ്പോർട്ടിലും പറയുന്നില്ല. പിന്നെ പഴയൊരു അന്തരീക്ഷം, അതായത് അന്നത്തെ ശബരിമല ഇഷ്യൂ, രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നുള്ള അദ്ദേഹം സ്ഥാനാർത്ഥിയായിട്ട്, ഇതെല്ലാം കുറേ അനുകൂല വേവ് ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ചിലപ്പോൾ ഇത്തവണ ഉണ്ടാവണമെന്നില്ല. എങ്കിലും എം പിമാരുടെ പെർഫോമൻസിനെ കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ മാറ്റുന്നതിന് പാർട്ടിക്കൊരു പ്രയാസവും ഇല്ല. പക്ഷേ ഈ പറയുന്ന പോലെ ഇങ്ങനെ റിപ്പോർട്ടിൽ ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ പോലെ കനകപുരൻ്റെ അങ്ങനത്തെ റിപ്പോർട്ടേ വന്നിട്ടില്ല. റിപ്പോർട്ട് വന്നാൽ തീർച്ചയായിട്ടും ഹൈക്കമാൻഡ് പരിഗണിക്കുമല്ലോ. അങ്ങനത്തെ റിപ്പോർട്ട് ഉണ്ടായിട്ടില്ല. അല്ല, എം പിമാരുടെ മണ്ഡലത്തിലെ പ്രകടനം മാത്രം വെച്ചായിരിക്കുമോ ശരി കെ മുരളീധരൻ ഇക്കുറി വോട്ടർമാർ വോട്ട് ചെയ്യുക? ഒന്ന് പൊതുവായിട്ടുള്ള രാഷ്ട്രീയ നയം പരിശോധിക്കും, പെർഫോമൻസ് ഒരു പ്രധാന ഘടകമാണ്. പക്ഷേ ഇത്തവണത്തെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കണ്ടത് അതൊരു രാഷ്ട്രീയത്തിന് ചേർന്നതല്ല. ഞാൻ ഇന്നൊരു പ്രധാന പത്രത്തിൽ വായിച്ചത് എം പിമാരെ കുറിച്ച് അധിക്ഷേപിക്കുന്ന വാർത്തകൾക്ക് പ്രയോറിറ്റി നൽകാൻ മാർക്സിസ്റ്റ് പാർട്ടി തീരുമാനിച്ചു എന്നാണ്. അപ്പോൾ അവർക്ക് എന്തുമാത്രം കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ്. 18 UDFൻ്റെ എം പിമാരുടെയും ദോഷങ്ങൾ അതാത് നിയോജകമണ്ഡലത്തിൽ പ്രചരിപ്പിക്കുക, അങ്ങനെ എന്നും ചിലത് എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിലും തുടങ്ങിയിട്ടുണ്ട്.